സംവിധാനത്തിന്റെ പ്രശ്നമെന്ന് പറഞ്ഞ് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വാക്കുകളെ അങ്ങനെ തള്ളിക്കളയാൻ മന്ത്രിക്ക് കഴിയുമോ? അങ്ങനെയെങ്കിൽ മന്ത്രി ഉദ്ദേശിച്ച ഈ സംവിധാനം എന്താണ്? സൂംബ വിഷയത്തിൽ ആരുടെ ആജ്ഞയും അനുസരിക്കാൻ സൗകര്യമില്ല എന്ന നിലപാടിലെടുക്കുകയാണ് സർക്കാർ. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുടങ്ങാത്തതിന്റെ ഒരു രഹസ്യം രോഗികൾ തന്നെ വാങ്ങിച്ചു തരികയാണ്. നമ്മൾ മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ടും അല്ലാതെയും ഒക്കെ പലരെ കൊണ്ടും ഔദാര്യം UST ഗ്ലോബൽ എന്ന് പറഞ്ഞ സംഘടന അങ്ങനെ ഒക്കെ ഓരോ അവരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ അപേക്ഷിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്തും എരന്നും ഒക്കെയാണ് ഉപകരണങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ ഇത് പലപ്പോഴും ചെയ്ത് തീർക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പ്രതിസന്ധി ആരോപണത്തിൽ ഉറച്ചു ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഉപകരണക്ഷാമം ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചു. ആശുപത്രി അധികൃതർ പ്രശ്നങ്ങൾ മറച്ചുവെക്കുന്നു. പലപ്പോഴും രോഗികൾ തന്നെ ഉപകരണം വാങ്ങിത്തരുന്ന സ്ഥിതിയെന്നും ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്ക് വേണ്ടി ഇരക്കേണ്ട അവസ്ഥയെന്നും ഡോക്ടർ ഹാരിസ്. ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. നമ്മൾ സാധാരണ പറയുമല്ലോ, രോഗികളിൽ നിന്ന് പണം വാങ്ങിച്ചു, അങ്ങനെയൊന്നും ചെയ്യാത്ത വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഡോക്ടർ ഹാരിസിനെ തള്ളാതെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഹാരിസ് സത്യസന്ധനായ ഡോക്ടർ. ചൂണ്ടിക്കാട്ടിയത് സംവിധാനത്തിന്റെ പ്രശ്നം. പിഴവുകൾ പരിശോധിക്കുമെന്നും പരിഹരിക്കുമെന്നും ആരോഗ്യമന്ത്രി. ആരോഗ്യമേഖലയിൽ വൻ പ്രതിസന്ധിയെന്നും മരുന്നു സർക്കാർ പണം നൽകുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDFന്റെ ഹെൽത്ത് കമ്മീഷൻ നാളെ നിലവിൽ വരുമെന്നും പ്രതിപക്ഷ നേതാവ്. മുല്ലപ്പെരിയാറിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. 13 ഷട്ടറുകൾ ഉയർത്തിയത് 10 സെന്റിമീറ്റർ വീതം. 250 ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു. പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. ബാണാസുര ഡാമിലെ 3-ാം നമ്പർ സ്പിൽവേ ഷട്ടർ 10 സെന്റിമീറ്റർ ഉയർത്തി. പുഴയുടെ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ വേണ്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും ഗൗരവമുള്ള സംശയം ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറാണ്. അക്കാദമിക് കാര്യങ്ങളിൽ ആജ്ഞ വേണ്ടെന്നും ബോധപൂർവമായി പ്രശ്നമുണ്ടാക്കാനുള്ള ശ്രമമെന്നും നിലപാട് ഘടിപ്പിച്ച് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. സൂംബ ദേശീയമായി അംഗീകരിച്ച കായിക ഇനം. അധിക്ഷേപിച്ചവർ മാപ്പു പറയണമെന്നും ശിവൻകുട്ടി. തിരുവനന്തപുരത്ത് സൂംബ ഫ്ലാഷ് മോബിന്റെ ഭാഗമായി മന്ത്രി. തൃശൂർ പുതുക്കാട് വെള്ളിക്കുളങ്ങരയിൽ നവജാത ശിശുക്കളെ കുഴിച്ചുമൂടി. അവിവാഹിതരായ യുവതിയും യുവാവും കുഴിച്ചുമൂടിയത് 2 തവണയായി ജനിച്ച കുഞ്ഞുങ്ങളെ. ദോഷം തീരുന്നതിന് കർമ്മം ചെയ്യാൻ അസ്ഥി സൂക്ഷിച്ചുവെന്ന് യുവാവിന്റെ വെളിപ്പെടുത്തൽ. കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു. 2 പേരെ രക്ഷപ്പെടുത്തി. കുടുങ്ങിക്കിടക്കുന്ന 3-ാമത്തെയാളെ പുറത്തെടുക്കാൻ ശ്രമം. താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ലാതെ പ്രതിസന്ധി നേരിടുന്ന വിഷയം ആശുപത്രി സൂപ്രണ്ടിനെയും മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയെയും അറിയിച്ചിരുന്നു. പരാതി അറിയിച്ചതിന് ശേഷവും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോഴും ശസ്ത്രക്രിയയ്ക്കായി രോഗികൾ കാത്തിരിക്കുന്നുണ്ട് എന്നും ഡോക്ടർ പറഞ്ഞു. ഇതിപ്പോ മുടങ്ങാത്തതിന്റെ ഒരു രഹസ്യം അത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇത് പല ഉപകരണങ്ങളും പേഷ്യൻസ് തന്നെ വാങ്ങിച്ചു തരികയാണ്. ഇപ്പോൾ രോഗികൾ തന്നെ വാങ്ങിച്ചു തരികയാണ്. അത് ഈ ഉപകരണം മാത്രമല്ല, പല ഈ ആക്സസറീസും നമ്മൾ വാങ്ങിച്ചത് പേഷ്യൻസ് വാങ്ങിച്ചു തരികയാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ടും അല്ലാതെയും ഒക്കെ പലരെ കൊണ്ടും ഔദാര്യം UST ഗ്ലോബൽ എന്ന് പറഞ്ഞ സംഘടന അങ്ങനെ ഒക്കെ ഓരോ അവരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ അപേക്ഷിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്തും എരന്നും ഒക്കെയാണ് ഉപകരണങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ ഇത് പലപ്പോഴും ചെയ്ത് തീർക്കുന്നത്. അതെനിക്കറിയില്ല. ഞാനും കുറച്ചാൾ ഭയപ്പെട്ടിരിക്കാതെ. എനിക്ക് പക്ഷെ ഭയത്തിനേക്കാൾ ഉപരി എനിക്ക് രോഗികളോട് എനിക്ക് കുറച്ചും കൂടെ കടപ്പാട് എനിക്ക് തോന്നുന്നു. അവർക്ക് അവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എനിക്ക് എന്റെ ഭയം ആസ്ഥാനത്താണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഡോക്ടർ ഹാരിസ് പറഞ്ഞ വിഷയത്തിൽ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ജെനുവിനായ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഡോക്ടറാണ് ഹാരിസ്. കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ സർക്കാർ ആശുപത്രികളിലെത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. അതേസമയം ഡോക്ടർ ഹാരിസ് പറഞ്ഞത് സിസ്റ്റത്തിന്റെ പ്രശ്നമായി കാണണമെന്നും മന്ത്രി പറഞ്ഞു. ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്.
നമ്മൾ സാധാരണ പറയുമല്ലോ രോഗികളിൽ നിന്ന് പണം വാങ്ങിച്ചു, അങ്ങനെയൊന്നും ചെയ്യാത്ത വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നതായിട്ടാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്, അതിനെ രക്ഷിക്കണം. ആരോഗ്യ മേഖലയിൽ വൻ പ്രതിസന്ധിയെന്നും മരുന്നു കമ്പനികൾക്ക് സർക്കാർ പണം നൽകുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും സമാന സ്ഥിതിയാണ്. പണം കിട്ടാത്തതിനാൽ മരുന്നു കമ്പനികൾ പലതും വിതരണം നിർത്തി. ആരോഗ്യരംഗത്തെ പദ്ധതികൾ നിലച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പണമില്ലാത്തതുകൊണ്ടും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് വിതരണക്കാർക്ക് പണം കൊടുക്കാത്തതുകൊണ്ടുമാണ് കൃത്യമായി മരുന്നുകൾ വരാത്തത്, സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് വരാത്തത്. ഇത് ഗുരുതരമായ വിഷയമാണ്. ആരോഗ്യ കേരളം അപകടത്തിലാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. അതിനെ രക്ഷിക്കണം. ഞങ്ങൾ UDF നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി UDFൻ്റെ ഒരു ഹെൽത്ത് കമ്മീഷൻ നാളെ നിലവിൽ വരും. ഞങ്ങൾ കേരളത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഗൗരവതരമായി പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്ത് കോൺക്ലേവ് ജൂലൈ മാസത്തിൽ തന്നെ ചേരും. ഞങ്ങൾ ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ വെളിപ്പെടുത്തൽ ആരോഗ്യവകുപ്പ് ഗൗരവമായി പരിശോധിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അക്കാര്യം ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്നും വി ശിവൻകുട്ടി പറഞ്ഞു. അത് ഗൗരവമായി പരിശോധിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നതിൽ പിന്നെ വിശ്വസിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് അന്വേഷണം നടത്താമെന്ന് പറഞ്ഞൊക്കെയാണല്ലോ. മെഡിക്കൽ കോളേജ് വിഷയത്തിൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് 100% ശരിയാണെന്ന് രമേശ് ചെന്നിത്തല. സർക്കാരും ആരോഗ്യവകുപ്പും അടിയന്തരമായി ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. അത് പരിഹരിക്കാനുള്ള നടപടിയാണ് ഗവൺമെൻറ്റും ആരോഗ്യമന്ത്രിയും അടിയന്തരമായി സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. യോഗ, സുംബ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ളതാണ്. പക്ഷേ എതിർക്കുന്ന ആളുകളുടെ അഭിപ്രായം കൂടി നമ്മൾ നോക്കണം. എന്താണ് അവർ പറയുന്നത്? അവർ പറയുന്നത് അത് കാര്യമുണ്ടോ? ഒരു ജനകീയ ഗവൺമെൻറ്റിന് ആ ഉത്തരവാദിത്വം ഉള്ളതാണ്. അതുകൊണ്ട് അവരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDF ഒറ്റക്കെട്ടായി എടുത്തൊരു തീരുമാനമാണ്. കാരണം അദ്ദേഹം സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ തയ്യാറാകാത്തപ്പോഴാണ് ആ തീരുമാനം എടുത്തത്. ഇപ്പോഴേതായാലും ആ അൻവറിൻ്റെ കാര്യത്തിൽ വാതിൽ അടച്ചു തന്നെയാണുള്ളത്. ഭാവിയുടെ കാര്യം ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും. മുല്ലപ്പെരിയാർ ഡാമിന്റെ 13 ഷട്ടറുകൾ തുറന്നു. 10 സെന്റിമീറ്റർ വീതമാണ് ഷട്ടറുകൾ തുറന്നത്. സെക്കൻഡിൽ 250 ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നു. 11:35 ഷട്ടറുകൾ തുറന്നത്. MC ബോവൻ വിവരങ്ങളുമായി ചേരുകയാണ്. ബോവൻ, ആശങ്ക ഒഴിയുകയാണ്. ഇപ്പോൾ വെള്ളം തുറന്ന് വിടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 136 അടി എന്നുള്ള ആ ഒരു റൂൾ കർവിൽ നിലനിർത്താൻ നിലവിൽ എത്ര സമയം കൂടി ഇങ്ങനെ വെള്ളം തുറന്നു വിടേണ്ടി വരും? ഒപ്പം മഴ ഇപ്പോഴും ശക്തമാണോ? മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 13 ഷട്ടറുകൾ തുറന്നിരിക്കുന്നു. 10 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. സെക്കൻഡിൽ 250 ക്യൂസെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുകയാണ്. 136 അടിക്ക് മുകളിലെത്തിയാൽ വെള്ളം തുറന്നു വിടുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ തമിഴ്നാട് അറിയിച്ചിരുന്നതാണ്. അപ്പോൾ 136 അടിക്ക് മുകളിൽ വെള്ളമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ 11:35 ഷട്ടറുകൾ തുറന്ന് ജലം പുറത്തേക്ക് ഒഴുക്കി വിടുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ബാണാസുര ഡാമിലെ രണ്ടാമത്തെ സ്പിൽവേ ഷട്ടർ ഉയർത്തിയതിനാൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം. 3-ാം നമ്പർ സ്പിൽവേ ഷട്ടർ 11 സെന്റിമീറ്റർ ഉയർത്തി. സെക്കൻഡിൽ 50 ക്യൂബിക് വെള്ളം ഘട്ടം ഘട്ടമായി പുഴയിലേക്ക് ഒഴുക്കുകയാണ്. പുഴയുടെ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. ഒപ്പം താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് കളക്ടർ അറിയിച്ചു. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനം. ഉത്തരകാശി ജില്ലയിൽ കനത്ത മഴയും മണ്ണിടിച്ചിലുമുണ്ടായി. യമുനോത്രി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ബാർക്കോട്ട് പ്രദേശത്തെ സിലായ് ബെൻഡിന് സമീപത്ത് റോഡ് പണിക്കായി എത്തിയ 9 തൊഴിലാളികളെ കാണാതായി. കനത്ത മഴയിൽ ഇവർ ഒഴുകിപ്പോയതായാണ് സംശയം. മേഘവിസ്ഫോടനത്തെ തുടർന്ന് സിലായ് ബെൻഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഹൈവേ അടച്ചു. കുത്നൌർ ഗ്രാമത്തിൽ കനത്ത മഴയിൽ കൃഷിനാശമുണ്ടായതായി റിപ്പോർട്ടുണ്ട്. ഓജ്രിക്ക് സമീപമുള്ള റോഡും പൂർണ്ണമായും തകർന്നു. കനത്ത മഴയെ തുടർന്ന് യമുനയിലെ ജലനിരപ്പ് ഉയർന്നു.
തൃശൂർ പുതുക്കാട് വെള്ളിക്കുളങ്ങരയിൽ നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയ സംഭവം കൊലപാതകമെന്ന് സംശയം. പോലീസ് സ്റ്റേഷനിലെത്തിച്ച അസ്ഥികൾ പരിശോധിക്കും. ഫോറൻസിക് സർജൻ സ്റ്റേഷനിലെത്തി പരിശോധന നടത്തും. അവിവാഹിതരായ യുവതിയും യുവാവുമാണ് നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയത്. ഹരീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. ഹരീഷ്, വളരെ ദുരൂഹമായ ഒരു വാർത്ത. കുഞ്ഞുങ്ങളെ കുഴിച്ചുമൂടി അതിനുശേഷം അസ്ഥികൾ സൂക്ഷിച്ചു വയ്ക്കുന്നു. അതും വിവാഹിതരല്ലാത്ത ഒരു യുവാവും യുവതിയും. എന്താണ് ഇതിന് പിന്നിലെ സംഭവം എന്നാണ് പോലീസ് പറയുന്നത്? അന്വേഷണം എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? അഖില, വളരെ ദുരൂഹമായ ഒരു സാഹചര്യം അതുതന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദുരൂഹമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു കേസ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു ഭവിൻ എന്ന് പറഞ്ഞ ആ ഒരു ചെറുപ്പക്കാരൻ, 26 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഈ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പുലർച്ചെ ഈ അസ്ഥികളുമായി കയറി വരുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ നവജാത ശിശുക്കളെ ഇവിടെ അസ്ഥിയാണ് എന്ന് ഇയാൾ പറയുകയും ചെയ്തത്. ഇവരുടെ ആദ്യ പ്രസവം 2021 രണ്ടാമത്തെ പ്രസവം 2024 അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഈ നവജാത ശിശുക്കളെ കുഴിച്ചുമൂടി എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നത്. ഇത് കൊലപാതകമാണെന്നതടക്കമുള്ള കാര്യത്തിൽ ഇനി അന്വേഷണത്തിലൂടെ മാത്രമേ അത് ഇനി മനസ്സിലാവൂ എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഈ ഒരു ഭവിൻ എന്ന് പറഞ്ഞ ആ ഒരു ചെറുപ്പക്കാരൻ, 26 വയസ്സുള്ള ചെറുപ്പക്കാരനും ഈ ഒരു യുവതിയും, അനീഷ എന്ന് പറഞ്ഞ യുവതിയും പോലീസ് കസ്റ്റഡിയിലാണ്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. അതിൽ നിന്ന് മാത്രമേ ഇത് കൊലപാതകമാണോ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഈ നവജാത ശിശുക്കൾ മരണപ്പെട്ടത്, ഈ അസ്ഥികൾ സൂക്ഷിക്കേണ്ട സാഹചര്യം ഏതാണ്, കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് ഈ അസ്ഥികൾ സൂക്ഷിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ അന്വേഷണം പൂർണ്ണമായി. ശരി ഹരീഷ്, അന്വേഷണം കൃത്യമായി പുരോഗമിക്കട്ടെ. ദുരൂഹത നീക്കാൻ പോലീസിന് വളരെ വേഗം കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. വയനാട് സ്വദേശി ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് മുഖ്യപ്രതിയുടെ ഫ്രണ്ട് സുഹൃത്തിന്റെ സുൽത്താൻ ബത്തേരി ബീനാച്ചിയിലെ വീട്ടിൽ വെച്ചെന്ന പ്രതികളുടെ കുറ്റസമ്മതം. കേസിൽ അറസ്റ്റിലായിരിക്കുന്ന ജ്യോതിഷ് കുമാർ, BS അജേഷ് എന്നിവരാണ് പോലീസിനോട് ഇക്കാര്യം സമ്മതിച്ചത്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച ഹേമചന്ദ്രന്റെ മൃതദേഹം DNA പരിശോധനാ ഫലം വന്നതിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. വിവിധ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പലർക്കും 20 ലക്ഷത്തോളം രൂപ നൽകാനുണ്ടായിരുന്ന ഹേമചന്ദ്രനെ പണം തിരികെ ചോദിച്ച് മർദ്ദിച്ചപ്പോൾ കൊല്ലപ്പെട്ടു എന്നാണ് പ്രതികളുടെ കുറ്റസമ്മതം. മുഖ്യപ്രതിയായ നൌഷാദിന്റെ പെൺസുഹൃത്തിന്റെ സുൽത്താൻ ബത്തേരി ബീനാച്ചിയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ വെച്ചാണ് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയതെന്നും പിടിയിലായ പ്രതികൾ പോലീസിനോട് പറഞ്ഞു. മുഖ്യപ്രതി നൌഷാദ് ഗൾഫിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇയാളെ പിടികൂടാൻ ലുക്കൌട്ട് സർക്കുലറും പുറത്തിറക്കിയിട്ടുണ്ട്. സ്ത്രീകളടക്കം കൂടുതൽ പ്രതികൾ കേസിലുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. 1.5 വർഷം മുൻപ് കോഴിക്കോട് നിന്നും കാണാതായ ഹേമചന്ദ്രന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് ചേരമ്പാടി കാപ്പിക്കാട്ടെ വനത്തിൽ നിന്ന് കണ്ടെത്തിയത്. ഊട്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് എത്തിച്ചു. DNA പരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ അപകടം. ഉള്ളിൽ കുടുങ്ങിയ ഒരു തൊഴിലാളി മരിച്ചതായാണ് സൂചന. വർഷ ഗിരീഷ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. വർഷ, മണ്ണിടിഞ്ഞ് 2 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ള വാർത്തകൾ അല്പം മുമ്പ് വന്നതാണ്. ഒരാൾ അതിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഉണ്ടായിരുന്നത്. നിലവിലെ ഒരു സാഹചര്യം എന്താണ്? വിശദാംശങ്ങൾ. അതെ അഖില, ഇന്ന് 11 മണിയോട് കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ഞാനിപ്പോൾ ഉള്ളത് അപകടം നടന്ന കോഴിക്കോട് തൊണ്ടയാട് നെല്ലിക്കോടാണ്. ഇവിടെയാണ് 11 മണിയോട് കൂടി വലിയ മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിലിൽ 3 പേരായിരുന്നു അകപ്പെട്ടിരുന്നത്. അതിൽ 2 പേരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. പശ്ചിമ ബംഗാൾ സ്വദേശികളായ 3 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഈ 2 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം മണ്ണിനടിയിൽ കുടുങ്ങിയ മറ്റൊരു തൊഴിലാളി മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 2 മണിക്കൂർ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്താൻ വേണ്ടി സാധിച്ചത്. 11 മണിയോടുകൂടി അപകടം നടന്ന് ഏകദേശം 12 മണിയോട് കൂടിയാണ് 11:30 കൂടിയാണ് ഈ തെരച്ചിൽ ആരംഭിച്ചത്. അഗ്നിശമന സേനയും പോലീസും ഉൾപ്പെടെ ചേർന്നാണ് ഈ ഒരു തെരച്ചിൽ നടത്തിയത്. തെരച്ചിലിനൊടുവിൽ ഈ ഒരു അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചത് ജീവനറ്റ ശരീരമായിട്ടാണെന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്ര ഭീകരമായിട്ടുള്ള മണ്ണിടിച്ചിലാണ് നടന്നത് എന്നുള്ള കാര്യം. അതിന് മുകളിൽ കാണുന്ന വീട്ടിലുള്ളവരാണ് പ്രധാനമായും ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുപോലെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവർ മുന്നോട്ട് വെച്ചിരുന്നു. കളക്ടർക്ക് ഉൾപ്പെടെ പരാതിയും നൽകിയിരുന്നു. എന്നാൽ അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇവിടെ ഈ സ്വകാര്യ ഫ്ളാറ്റ് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ഇവർ ഇത് പ്രതിഷേധവുമായി വന്നതോട് കൂടിയാണ് ഈ കാണുന്ന ഷീറ്റുകളെല്ലാം ഉപയോഗിച്ച് മറച്ചുകൊണ്ട് നിർമ്മാണം നടത്തിയത്. അങ്ങനെ ഇന്ന് നിർമ്മാണം നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തങ്ങൾ അന്ന് പറഞ്ഞിരുന്ന ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്ര വലിയ അപകടം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് എന്തായാലും പ്രദേശവാസികൾ ഒന്നടങ്കം പറയുന്നത്. ഇവർക്ക്
അവർക്ക് വലിയ പ്രതിഷേധവുമുണ്ട്. കാരണം ഇവരുടെ വർഷയാണ് വിശദാംശങ്ങൾ നൽകിയത്. വിവാദങ്ങൾക്കിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സൂംബ ഫ്ലാഷ് മോബ് പരിശീലകർ. സൂംബ ഇൻസ്ട്രക്ടേഴ്സ് നെറ്റ്വർക്ക് എന്ന സംഘടനയുടെ കീഴിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിൽ മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുത്തു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി നിരവധി കുട്ടികൾ പരിപാടിയുടെ ഭാഗമായി. സൂംബയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന വിവാദങ്ങളിൽ അടിസ്ഥാനമില്ലെന്ന് തെളിയിക്കാനാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു. ലോകത്ത് തന്നെ അംഗീകരിക്കപ്പെട്ട കായിക ഇനമാണ് സൂംബ എന്നും അധിക്ഷേപിച്ചവർ മാപ്പ് പറയണമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സൂംബയിൽ സംശയമുണ്ടായാൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ്. എന്നാൽ വർഗീയതയുടെ നിറം കൊടുത്ത് അഭിപ്രായം പറഞ്ഞാൽ അംഗീകരിക്കില്ല എന്നും മന്ത്രി പറഞ്ഞു. സൂംബ ദേശീയപരമായി തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കായിക ഇനമാണ്. ലോകത്തെ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു കായിക ഇനമാണ്. ആ കായിക ഇനത്തെ പരസ്യമായി ആക്ഷേപിച്ചിരിക്കുകയാണ്. ആക്ഷേപ വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളവരെ ഞാൻ ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ കായിക ലോകത്തെ ആകെ, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആകെ തന്നെ, കായിക താരങ്ങളെ ആകെ തന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ആക്ഷേപം പറഞ്ഞവർ അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഞാൻ പറയുകയാണ്. സൂംബ ഡാൻസ് വിവാദത്തിൽ മുസ്ലിം സംഘടനകളുടെ നിലപാടിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കേരളത്തിൽ സൂംബയേക്കാൾ വലിയ വിശ്വാസത്തെ ബാധിക്കുന്ന തീരുമാനം ഗവൺമെന്റ് എടുത്തപ്പോൾ അധികാരത്തിന്റെ അപ്പക്കഷ്ണത്തിനു വേണ്ടി സന്ധി ചെയ്തവർ ഇപ്പോൾ അട്ടഹസിക്കുന്നത് ഏത് വിശ്വാസം സംരക്ഷിക്കാനാണ് എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ദുൽഖിവിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചു. കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് 1000 കോടി രൂപ പിന്നിട്ടതിന്റെ ഭാഗമായി കൊച്ചിയിൽ ഗ്രാൻഡ് ഡേ 1000 നടത്തി. അനുമോദന സമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. കേരള വിഷന് അമൃത ടിവിയുടെ സ്നേഹാദരം ബിസിനസ് ഹെഡ് ആർ ശിവകുമാർ കൈമാറി. ബഹുരാഷ്ട്ര ഭീമന്മാർക്കെതിരെ മത്സരിച്ച് ഇന്ത്യയിലെ പ്രമുഖ ബ്രോഡ്ബാൻഡ് ദാതാവും ഡിജിറ്റൽ കേബിൾ ടി വി രംഗത്ത് 4ാമതും എത്തിയിരിക്കുകയാണ് കേരള വിഷൻ. സമൂഹത്തിൽ നടക്കുന്ന പോസിറ്റീവ് സംഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ കേരള വിഷൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ആ കമ്പനി ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ എനിക്ക് തോന്നുന്നു 6ാമത്തെ കമ്പനിയായി, ഫൈബർ കേബിളിൽ 6ാമത്തെ സ്ഥാനത്തേക്ക് എത്തി എന്നതിൽ ഈ ടീമിന് നേതൃത്വം നൽകിയ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഏകദേശം 12 ലക്ഷത്തിലധികം കണക്ഷനുകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാണ്. കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയെ K-ഫോണിലും കേരള വിഷൻ പങ്കാളിയാണ്. FTTH ഫൈബർ ടു ദ ഹോം ഏകദേശം നിങ്ങളുടെ വലിയ പിന്തുണയോടുകൂടിയാണ് K-ഫോണും ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൊച്ചിയിൽ ചേർന്ന അനുമോദന ചടങ്ങിൽ ഡിസ്നി കൺട്രി മാനേജർ K മാധവൻ മുഖ്യ അതിഥിയായി. ഡിജിറ്റൽ സാറ്റലൈറ്റ് മേഖലയിൽ നിരവധി സംഭാവനകൾ നൽകുന്ന കേരള വിഷൻ ഒട്ടനവധി വീടുകളിൽ സന്തോഷം പകരുന്നുണ്ടെന്ന് അമൃത ടി.വി. ബിസിനസ് ഹെഡ് ആർ ശിവകുമാർ പറഞ്ഞു. ഇന്ന് കേരളത്തിൽ ഒട്ടനവധി വീടുകളിൽ സന്തോഷം കൊടുക്കുന്ന ഡിജിറ്റൽ സാറ്റലൈറ്റ് മേഖലയിൽ ശൃംഖലയിൽ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് ഈ കേരള വിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ഗ്രഹങ്ങളിൽ സന്തോഷം കൊടുക്കുന്നൊരു കമ്പനിയും കൂടിയാണ് കേരള വിഷൻ. 2005 അമൃത ടി.വിയിൽ തുടങ്ങുമ്പോൾ ആശ്രമത്തിലെ അമ്മയുടെ ആശയമായ സ്നേഹ കരുണ കാരുണ്യം എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ഡയറക്ടർമാർ ചിന്തിച്ചിട്ടാണ് ഈ ഒരു പ്രസ്ഥാനം തുടങ്ങുന്നത്. അങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയെങ്കിലും അത് ഈ ലക്ഷോപലക്ഷ ഗ്രഹങ്ങളിലേക്ക് എത്തിക്കാൻ കേരള വിഷൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. MP ഹൈബി ഈഡൻ, TJ വിനോദ് MLA എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷൻ ചെയർമാൻ K ഗോവിന്ദൻ സ്വാഗതവും COI ജനറൽ സെക്രട്ടറി PB സുരേഷ് നന്ദിയും പറഞ്ഞു. കേരള വിഷന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള 200-ൽ പരം കമ്പനികളുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. രാജ്ഭവനിലെ ഭാരതാംബ വിഷയത്തിൽ താനൊരു പ്രോട്ടോകോൾ ലംഘനവും നടത്തിയിട്ടില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഗവർണറാണ് പ്രോട്ടോകോൾ ലംഘനം നടത്തിയത്. 2 RSS നേതാക്കളാണ് രാജ്ഭവനെ നിയന്ത്രിക്കുന്നതും ഗവർണറെ വഴിതെറ്റിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഞാൻ പ്രോട്ടോകോൾ ലംഘനം നടത്തിയിട്ടില്ല. പ്രോട്ടോകോൾ ലംഘനം നടത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗവർണറാണ്. ഗവർണർ പ്രോട്ടോകോൾ മാത്രമല്ല ഭരണഘടനാ ലംഘനം കൂടി നടത്തിയിരിക്കുകയാണ്. രാജ്ഭവൻ RSSന്റെ പ്രവർത്തന കേന്ദ്രമാക്കാൻ വേണ്ടി പറ്റില്ല. RSSന്റെ 2 പ്രധാനപ്പെട്ട പ്രവർത്തകർ രാജ്ഭവനിൽ പ്രവർത്തിക്കുകയാണ്. അവരാണ് ഈ കാര്യങ്ങളാകെ തന്നെ നിയന്ത്രിക്കുന്നത്. ഗവർണറെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്നതും ഇവരാണ്. അന്ന് ഈ യൂണിവേഴ്സിറ്റി സെനറ്റുകളിൽ തന്നെ ഒരു നിർജീവമായി കിടക്കുന്ന ഒരു സംഘടനയുടെ പേരിലാണ് ഒരു പ്രോഗ്രാം നടത്തിയത്. അതും ഈ RSSന്റെ കൊടിവെച്ചേക്കുന്ന സഹോദരിയുടെ
പടം എടുത്തുകൊണ്ട് അവിടെയും കൊണ്ട് വച്ചു. പുതിയ സംസ്ഥാന പോലീസ് മേധാവിയെ നാളെ അറിയാം. രാവിലെ ചേരുന്ന മന്ത്രിസഭായോഗം UPSC നൽകിയ 3 അംഗ പട്ടികയിൽ നിന്നൊരാളെ പോലീസ് മേധാവിയായി പ്രഖ്യാപിക്കും. ഇൻചാർജ് പോലീസ് മേധാവി നിയമനം ഉണ്ടാകില്ല. ദീർഘകാലം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്ന നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, അഗ്നിരക്ഷാസേന മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് ചുരുക്കപ്പട്ടികയിലുള്ളത്. ആദ്യ 2 പേരിൽ ഒരാളാകുമെന്നാണ് സൂചനയെങ്കിലും ഇരുവരും ഏറെ നാളായി കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്നത് സർക്കാരിനെ കുഴയ്ക്കുന്നുണ്ട്. അതേസമയം ഇൻചാർജ് പോലീസ് മേധാവി നിയമനത്തിനായി സർക്കാർ നേരത്തെ നിയമോപദേശം തേടിയിരുന്നുവെങ്കിലും UPSC യോഗം ചേർന്ന് ചുരുക്കപ്പട്ടിക കൈമാറിയതിനാൽ ഇനി സ്ഥിരം നിയമനം മാത്രമേ ഉണ്ടാകൂ. കേരളം കൃത്യസമയത്ത് കേന്ദ്രത്തിന് പട്ടിക അയക്കുകയും UPSC നിശ്ചിത സമയത്ത് തന്നെ യോഗം ചേർന്ന് പട്ടികയിൽ തീരുമാനമെടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അതിന് പുറത്തുനിന്നൊരാളെ നിയമിക്കുന്നത് നിയമലംഘനമാകുമെന്നതുകൊണ്ടാണ് ഇൻചാർജ് DGP നിയമനത്തിൽ നിന്നും സർക്കാർ പിന്മാറിയത്. ചുരുക്കപ്പട്ടികയിലുള്ള 3 പേരിൽ നിതിൻ അഗർവാളിനാണ് സാധ്യത കൂടുതൽ. നിതിൻ അഗർവാൾ നിലവിൽ സംസ്ഥാന റോഡ് സേഫ്റ്റി കമ്മീഷണറാണ്. നേരത്തെ BSFന്റെ ഡയറക്ടർ ജനറലായിരുന്നു. യോഗേഷ് ഗുപ്ത സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുകയാണെന്നതിനാൽ അദ്ദേഹത്തെ DGP ആക്കാൻ സാധ്യതയില്ല. നാളെ ഷെയ്ഖ് ദർവേഷ് സാഹിബ് പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിക്കും. അന്ന് തന്നെ പുതിയ പോലീസ് മേധാവി സ്ഥാനമേൽക്കണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KSRTC ബസ് സ്റ്റേഷനുകളിൽ ട്രേഡ് യൂണിയനുകളുടെ കൊടിതോരണങ്ങൾ കെട്ടുന്നതിനെതിരെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. തോരണങ്ങൾ കെട്ടി പരിസരം മലിനമാക്കുന്നതിൽ നിന്ന് യൂണിയനുകൾ പിന്മാറണമെന്നും നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുസ്ഥലങ്ങളിൽ കൊടിതോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു മന്ത്രിയുടെ മുന്നറിയിപ്പ്. പത്തനാപുരം ഡിപ്പോയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാട്ടുകാരും നമ്മൾ നശിപ്പിക്കാൻ വരുന്നില്ല. KSRTC ട്രേഡുകളുടെ ഭരണത്തിൽ ഓരോ ജീവനക്കാർക്കും അറിയാം ഞാൻ ആ കോടിയാണ് പറഞ്ഞൂടെ പറഞ്ഞോ ചെയ്ത കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് അടിച്ച് ജീവനക്കാർ കൈകൊടുക്കും. അവർ വായിച്ചു നോക്കിയിട്ട് ഇഷ്ടമുള്ളത് നോട്ടിയട്ടെ. അതിന് ഈ തോരണമെല്ലാം വലിച്ചു കെട്ടി ഈ ബസ് സ്റ്റേഷനുകൾ മലിനമാക്കുന്ന ഒരു പരിപാടിയുമുണ്ട്. എല്ലാ ട്രേഡ് യൂണിയനുകളും മാന്യമായി പിന്മാറണം എന്ന സ്നേഹത്തോടെ ഞാൻ പറയുന്നു. അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ തോരണങ്ങളും ബോർഡുകളും വെക്കരുത് എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിന്റെ ഭാഗമായി ഇതിന്റെ പുറത്ത് നടപടിയെടുക്കും എന്ന് മാത്രമേ പറയാം. ആദ്യമേ പറഞ്ഞു. കൊച്ചിയിൽ കത്രിക്കടവിലെ ബാറിൽ യുവാവിനെ യുവതി പൊട്ടിയ ഗ്ലാസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു. ഹോട്ടലിലെ DJ പാർട്ടിക്കിടെയുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് സംഭവം. കേസിൽ പെൺകുട്ടിയുടെ പരാതിയിൽ യുവാവിനെതിരെയും യുവാവിനെ ആക്രമിച്ചതിന് പെൺകുട്ടിക്കെതിരെയും പോലീസ് കേസെടുത്തു. ശനിയാഴ്ച രാത്രി 10:30യോടെയാണ് സംഘർഷമുണ്ടായത്. ബാറിന്റെ കൗണ്ടറിലുണ്ടായ വാക്കുതർക്കം സംഘർഷത്തിലെത്തുകയായിരുന്നു. ഉദയംപേരൂർ സ്വദേശിനിയായ 29-കാരിയെ നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം പിന്നീട് ജാമ്യത്തിൽ വിട്ടു. യുവ സിനിമാ താരവും മുതിർന്ന പിന്നണി ഗായകനും സിനിമാ സീരിയൽ രംഗത്തെ പ്രവർത്തകരടക്കം പങ്കെടുത്ത DJ പാർട്ടിക്കിടെയായിരുന്നു അക്രമം. തൊടുപുഴ സ്വദേശിയായ യുവാവ് അപമര്യാദയായി പെരുമാറിയതിനാലാണ് ആക്രമിച്ചതെന്ന് യുവതി പോലീസിന് മൊഴി നൽകി. യുവാവിന്റെ പരിക്ക് ഗുരുതരമല്ല. ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബാറിലെ ബൗൺസർമാരാണ് പ്രശ്നം സങ്കീർണമാക്കിയതെന്നും ഇവരുടെ പെരുമാറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നും പരാതിയുണ്ട്. 2024 ഫെബ്രുവരിയിൽ ഇതേ ബാറിന്റെ മുന്നിൽ വെടിവെപ്പുണ്ടായിരുന്നു. ബാർ അടച്ച ശേഷം മദ്യം ചോദിച്ചെത്തിയ സംഘമാണ് അന്ന് പ്രശ്നമുണ്ടാക്കിയത്. അമൃത ന്യൂസ്, കൊച്ചി. തിരുവനന്തപുരത്തിന്റെ തീരദേശമായ വെട്ടുകാട് നിർമ്മാണത്തിരുന്ന പാർക്ക് തകർന്നു. രൂക്ഷമായ കടൽക്ഷോഭത്തിലാണ് പാർക്ക് തകർന്നത്. 90% പണികൾ പൂർത്തിയായി ഉദ്ഘാടനത്തിന് ഒരുങ്ങവെയാണ് സംഭവം. വെട്ടുകാട് പള്ളിക്കടുത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന പാർക്കാണ് തകർന്നത്. മെയ് മാസത്തോടുകൂടി കോർപ്പറേഷനാണ് പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നിർമ്മാണം തുടങ്ങി കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കടൽക്ഷോഭം രൂക്ഷമാകുകയായിരുന്നു. പാർക്ക് നിർമ്മിക്കാനായി ചെലവഴിച്ച 45 ലക്ഷത്തോളം രൂപയാണ് കടലിലായിരിക്കുന്നത്. കടൽക്ഷോഭം രൂക്ഷമാകുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതം സൂചിപ്പിച്ചിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. കെട്ടേണ്ടത് ഇങ്ങനെയല്ല, ഇത് കംപ്ലീറ്റ് റോങ്ങാ. എന്നുവെച്ചാൽ ഇത്രയും വീതി കൂടിയ 23-24 അടി വരുമ്പോൾ 2 സ്ഥലത്താണ് ഇതിടേണ്ടത്. അവർക്ക് ആ 2 സ്ഥലം, ഒന്ന് ഇവിടെ ഒന്ന് അവിടെ. ഇപ്പോൾ ഇത്രയും ലെന്തിൽ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ തന്നെ അത് ഇത്രയും കപ്പാസിറ്റി അതിനില്ല. ഇത്രയും വെയിറ്റ് കൂടിയ സാധനം നിൽക്കില്ല അങ്ങനെ. അത് ഞങ്ങൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരിൽ പറഞ്ഞു നിങ്ങൾക്ക് എന്തായാലും ഈ പണി തീർന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിന് പോകും. അത് കഴിഞ്ഞ് വെള്ളം അടിച്ച് കയറി അടി വേണ്ട മണ്ണിങ്ങനെ പൊയ്ക്കൊണ്ട് നിൽക്കും. ഇത് കൊണ്ട് ചാഞ്ഞ് നിന്ന് കോൺക്രീറ്റ് ഫുള്ളായിട്ടാണ് മറിഞ്ഞു. അന്നേ പണി ചെയ്തപ്പോഴേ പണി ശരിയില്ല. കാര്യം നമ്മളെല്ലാം പറഞ്ഞ് റിങ് വെച്ച് ശരിയായ ഇത് പിടിച്ച് നിൽക്കില്ല. 5 റിങ്ങും 4 റിങ്ങും 3 റിങ്ങും വെച്ച് നിബന്ധന വെച്ച് ഇത് കൂടത്തെ തിര അനുസരിച്ച് 3 തിര കഴിയുമ്പോൾ പോകും. പക്ഷേ അവരത് അംഗീകരിക്കാതെ ചെയ്ത് 2 മാസത്തിന് മുമ്പേ പണി പൂർത്തിയാകുമ്പോൾ തുടങ്ങി. വിനോദസഞ്ചാരികൾക്കും സന്ദർശകർക്കും ഉപകാരമാകും വിധമാണ് പാർക്ക് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ കടൽക്ഷോഭത്തിൽ പാർക്കിന്റെ ചുമരുകൾ 2ആയി പിളരുകയും ഉണ്ടായിരുന്ന 2 ഉയരവിളക്കുകൾ തകരുകയും ചെയ്തു. അടിത്തറയും പൂർണ്ണമായും തകർന്ന സ്ഥിതിയിലാണ്.
ഉണ്ടായിരുന്ന ഉയരവിളക്കിൽ ഒന്നിന്റെ ശേഷിപ്പ് നാട്ടുകാരുടെ ആവശ്യപ്രകാരം എടുത്തുമാറ്റിയിട്ടുണ്ട്. കടൽ പ്രക്ഷുബ്ധമായാൽ ഏത് നിമിഷവും കടലെടുക്കാമെന്ന ഈ പ്രദേശവാസികളുടെ വാക്ക് മാനിക്കാതെയാണ് പാർക്കിന്റെ പണി ആരംഭിച്ചത്. ഇപ്പോഴിതാ 40 ലക്ഷത്തിൽ കൂടുതൽ വെള്ളത്തിലായിരിക്കുന്നു. എനിക്ക് പുറകിൽ കാണുന്ന ഈ പോസ്റ്റും ഏത് നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് ഈ പോസ്റ്റ് ഇവിടെ നിന്ന് മാറ്റണമെന്നാണ് നാട്ടുകാരുയർത്തുന്ന ആവശ്യം. ക്യാമറാമാൻ ബിജു മുരളീധരനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. AFC വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ രണ്ടാം വിജയം ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്ന് ഇറങ്ങും. ഉച്ചകഴിഞ്ഞ് 2:30 നടക്കുന്ന മത്സരത്തിൽ രണ്ടാം വിജയം ലക്ഷ്യമിട്ടിറങ്ങുന്ന ഇന്ത്യൻ ടീം ഇന്ന് തിമോർ ലെസ്റ്റിനെ നേരിടും. ആദ്യ മത്സരത്തിൽ മംഗോളിയയെ 13-0 തോൽപ്പിച്ച ഇന്ത്യ റാങ്കിങ്ങിൽ ഏറെ പിന്നിലായ തിമോറിനെ നേരിടുമ്പോൾ സമാനമായ വിജയമാണ് സ്വപ്നം കാണുന്നത്. 5 ഗ്രൂപ്പുകളുള്ള ഗ്രൂപ്പ് ബിയിൽ ഇറാഖ് നിലവിൽ 1-ാം സ്ഥാനത്താണ്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.